ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന്റെ മുനമ്പിലാണ് ഇന്ന് പശ്ചിമേഷ്യ നിൽക്കുന്നത്. ദശകങ്ങളായി തുടരുന്ന ഇസ്രായേൽ ഇറാൻ ശത്രുത അതിന്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ കടന്നുപോകുമ്പോൾ മേഖലയിലെ ഓരോ നീക്കവും ആഗോള സാമ്പത്തിക സുരക്ഷാക്രമങ്ങളെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ബുധനാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ പ്രസ്താവനകൾ ഈ ഗൗരവത്തെ ഊട്ടിയുറപ്പിക്കുന്നതാണ്. ഏത് സാഹചര്യത്തെയും നേരിടാൻ ഇസ്രായേൽ പൂർണ്ണ സജ്ജമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുമ്പോൾ അത് വെറുമൊരു രാഷ്ട്രീയ പ്രസംഗമല്ല, മറിച്ച് പശ്ചിമേഷ്യൻ മണ്ണിൽ പുകയുന്ന സംഘർഷത്തിന്റെ ആഴം വെളിപ്പെടുത്തുന്ന ഒന്നാണ്. ഒരു വശത്ത് നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുന്നു എങ്കിലും മറുവശത്ത് യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങാൻ അധികനേരം വേണ്ടിവരില്ലെന്ന മുന്നറിയിപ്പാണ് നെതന്യാഹു നൽകുന്നത്. സുരക്ഷാ ക്യാബിനറ്റ് യോഗത്തിൽ തുടക്കത്തിൽ അദ്ദേഹം പുറത്തുവിട്ട വീഡിയോ സന്ദേശം ഇസ്രായേലിന്റെ പ്രതിരോധ നയതന്ത്രത്തിന്റെ വ്യക്തമായ സൂചനയാണ്. സൈന്യത്തോടും മറ്റ് സുരക്ഷാ ഏജൻസികളോടും ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ തയ്യാറായിരിക്കണമെന്നാണ് അദ്ദേഹം നൽകിയിട്ടുള്ള കർശന നിർദ്ദേശം. നയതന്ത്രം പരാജയപ്പെടുന്ന ഒരിടത്ത് സൈനിക കരുത്ത് എങ്ങനെ വിനിയോഗിക്കണമെന്ന കാര്യത്തിൽ ഇസ്രായേലിന് വ്യക്തമായ പ്ലാനുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം നയതന്ത്ര ശ്രമങ്ങളെയും നെതന്യാഹുവിന്റെ സന്നദ്ധതയെയും നാം വിലയിരുത്താൻ. സമാധാനത്തിനൊരു അവസരം നൽകുമ്പോഴും ആയുധം താഴെ വയ്ക്കാൻ ഇസ്രായേൽ തയ്യാറല്ല എന്നതാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകളുടെ അന്തസത്ത. ഇസ്രായേലിന്റെ സുരക്ഷാ നയങ്ങൾ എന്നും അമേരിക്കയുമായി ഇഴചേർന്നാണ് നിൽക്കുന്നത്. നിലവിൽ വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിൽ നടക്കുന്ന ചർച്ചകളിൽ ഇസ്രായേലിനുള്ള ആശങ്കകൾ ചെറുതല്ല. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി താൻ നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ടെന്നും ഇരു രാജ്യങ്ങളും തമ്മിൽ പൂർണ്ണമായ ഏകോപനമുണ്ടെന്നും നെതന്യാഹു വ്യക്തമാക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചകളിൽ യാതൊരുവിധ സർപ്രൈസുകൾക്കും സ്ഥാനമില്ല. ഇരു രാജ്യങ്ങളും പങ്കിടുന്ന ലക്ഷ്യങ്ങളും ഒന്നുതന്നെയാണ്: ഇറാൻ കൈവശം വച്ചിരിക്കുന്ന സമ്പുഷ്ടീകരിച്ച ആണവ സാമഗ്രികൾ പൂർണ്ണമായി നീക്കം ചെയ്യുക, ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ ശേഷി എന്നേക്കുമായി ഇല്ലാതാക്കുക എന്നിവയാണ് ആ പ്രധാന ലക്ഷ്യങ്ങൾ. ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇസ്രായേൽ അമേരിക്കൻ നേതൃത്വങ്ങൾ തമ്മിൽ ദിനംപ്രതി ആശയവിനിമയം നടക്കുന്നുണ്ട്. അമേരിക്ക ഇറാനോട് സ്വീകരിക്കുന്ന കർക്കശമായ നിലപാടുകളിൽ ഇസ്രായേലിന് പൂർണ്ണ വിശ്വാസവുമുണ്ട്. പ്രത്യേകിച്ചും ആണവായുധം നിർമ്മിക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യകളിൽ നിന്നും ഇറാനെ പൂർണ്ണമായി അകറ്റി നിർത്തുക എന്ന കാര്യത്തിൽ അമേരിക്ക വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് ഇസ്രായേൽ കരുതുന്നു. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സസ് അതീവ ജാഗ്രത പാലിക്കണമെന്നും നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നീക്കങ്ങളിലേക്ക് മടങ്ങാൻ തയ്യാറായിരിക്കണമെന്നും നെതന്യാഹു നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് ഇറാന് നൽകുന്ന ശക്തമായ പ്രതിരോധ സന്ദേശം കൂടിയാണ്. എന്തുകൊണ്ടാണ് ഇറാന്റെ ആണവശേഷിയെക്കുറിച്ച് ഇസ്രായേൽ ഇത്രയധികം ആകുലപ്പെടുന്നതെന്നത് വിശദമായി പരിശോധിക്കേണ്ട ഒന്നാണ്. ഒരു ബോംബ് നിർമ്മിക്കാൻ ആവശ്യമായ അളവിൽ യുറേനിയം സമ്പുഷ്ടീകരിക്കാൻ ഇറാന് സാധിച്ചാൽ അത് ഇസ്രായേലിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്ന് നെതന്യാഹു വിശ്വസിക്കുന്നു. പശ്ചിമേഷ്യയിലെ ഒരു ശക്തിക്കും ഇസ്രായേലിനെ സൈനികമായി തകർക്കാൻ കഴിയില്ലെന്ന ആത്മവിശ്വാസം അവർക്കുണ്ടെങ്കിലും ആണവായുധം കയ്യിലുള്ള ഒരു ഇറാൻ ആ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കും. അതിനാൽ തന്നെ ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കുക എന്നതിലുപരി അവയുടെ സാങ്കേതിക അടിസ്ഥാനം തന്നെ ഇല്ലാതാക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്. ചർച്ചകളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് അമേരിക്ക കരുതുമ്പോൾ ഇറാൻ സമയം നീട്ടിക്കൊണ്ടുപോകാൻ നയതന്ത്രത്തെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന സംശയം ഇസ്രായേൽ ഉയർത്തുന്നുണ്ട്. മുൻകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഇറാൻ നൽകുന്ന ഉറപ്പുകളിൽ പൂർണ്ണ വിശ്വാസമർപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറുമല്ല. അതുകൊണ്ടാണ് എല്ലാ സാഹചര്യങ്ങൾക്കും തയ്യാർ എന്ന നിലപാട് നെതന്യാഹു ആവർത്തിക്കുന്നത്. യുദ്ധം ഒഴിവാക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന കൃത്യമായ നിലപാടാണ് ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. സങ്കീർണമായ ഈ സാഹചര്യങ്ങളിലും ചില നല്ല കാര്യങ്ങൾ പുറത്തുവരുന്നുണ്ട് എന്നതാണ് കൗതുകകരമായ വസ്തുത. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകളിൽ ഒരു പുരോഗതിയുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പാകിസ്ഥാൻ അഭിപ്രായപ്പെടുന്നു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകൾക്ക് കാവൽ നൽകുന്നതിനായി അമേരിക്ക രൂപീകരിച്ച പ്രൊജക്ട് ഫ്രീഡം എന്ന സൈനിക ദൗത്യം താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള വാഷിംഗ്ടന്റെ തീരുമാനം വലിയൊരു മാറ്റമായാണ് വിലയിരുത്തപ്പെടുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഈ നീക്കത്തെ സ്വാഗതം ചെയ്യുകയും സമാധാന ചർച്ചകൾക്ക് ഇത് ശക്തി പകരുമെന്ന് പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തു. പശ്ചിമേഷ്യയിലെ സമാധാനം നിലനിർത്തുന്നതിൽ മധ്യസ്ഥ രാജ്യങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഇറാനുമായും അമേരിക്കയുമായും ഒരേ സമയം ബന്ധം പുലർത്തുന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാൻ. അതിനാൽ തന്നെ അവരുടെ ശുഭാപ്തി വിശ്വാസത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട്. അമേരിക്കയുടെ സൈനിക പിന്മാറ്റം അല്ലെങ്കിൽ ദൗത്യങ്ങളിലെ അയവ് ചർച്ചാമേശയിലേക്ക് വരാൻ ഇറാന് കൂടുതൽ ആത്മവിശ്വാസം നൽകിയേക്കാം. എങ്കിലും ഈ നയതന്ത്ര ചതുരംഗക്കളത്തിൽ ഇസ്രായേൽ എങ്ങനെ പ്രതികരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും സമാധാനത്തിന്റെ ആയുസ്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടൽ കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായിരിക്കില്ല. ഹോർമുസ് കടലിടുക്ക് അടക്കമുള്ള തന്ത്രപ്രധാനമായ പാതകൾ തടസ്സപ്പെടുന്നത് ആഗോള എണ്ണ വിപണിയെ തകിടം മറിക്കും. ലോകത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങളുടെ വലിയൊരു ഭാഗം കടന്നുപോകുന്ന ഈ മേഖലയിലെ അസ്ഥിരത ഓരോ രാജ്യത്തെയും ബാധിക്കും. ഇതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് വലിയ ശക്തികൾ ഈ പ്രശ്നത്തിൽ സജീവമായി ഇടപെടുന്നതും.
അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം തന്നെ ആഗോള വിപണിയിലെ വിലക്കയറ്റം തടയേണ്ട ബാധ്യതയുമുണ്ട്. നയതന്ത്ര ചർച്ചകൾ വിജയിച്ചാൽ അത് പശ്ചിമേഷ്യയിൽ ഒരു പുതിയ യുഗത്തിനും തുടക്കം കുറിക്കും. എന്നാൽ ആത്മവിശ്വാസം അത്രമേൽ ആഴ്ന്നിറങ്ങിയ ഒന്നായതിനാൽ ഒരു ചെറിയ പ്രകോപനം പോലും സമാധാന ശ്രമങ്ങളെ താളം തെറ്റിച്ചേക്കാം. ഇസ്രായേലിന്റെയും ഇറാന്റെയും ആഭ്യന്തര രാഷ്ട്രീയവും ഈ ചർച്ചകളെ സ്വാധീനിക്കുന്നുണ്ട്. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിലെ ജനങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പ് അവരുടെ സുരക്ഷയാണ്. ആ സുരക്ഷയ്ക്ക് നേരിയ ഭീഷണി പോലും ഉണ്ടായാൽ കടുത്ത നടപടികൾ സ്വീകരിക്കാൻ അദ്ദേഹം മടിക്കില്ല. നെതന്യാഹുവിന്റെ പ്രസ്താവനകളെ ഒരു വാർണിംഗ് സിഗ്നലായി തന്നെ കാണേണ്ടതുണ്ട്. ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും സൈന്യം തയ്യാറെടുപ്പുകളുമായി മുന്നോട്ടു പോവുകയാണ്. ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ആണവ കാര്യങ്ങളിൽ ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ സൈനിക നീക്കങ്ങൾ അനിവാര്യമാണെന്ന ചിന്ത ഇസ്രായേലിനുണ്ട്. ട്രംപ് ഭരണകൂടം ഇസ്രായേലിന് നൽകുന്ന ശക്തമായ പിന്തുണയും ഇതിനു കരുത്തേകുന്നു. സമാധാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുമ്പോഴും യുദ്ധത്തിനുള്ള സാധ്യതകൾ പൂർണ്ണമായും തള്ളിക്കളയാനാകില്ല എന്നതാണ് നിലവിലെ യാഥാർത്ഥ്യം. നയതന്ത്രമെന്നാൽ വിട്ടുവീഴ്ചകളാണെന്ന് അമേരിക്ക വിശ്വസിക്കുമ്പോൾ സുരക്ഷയെന്നാൽ കരുത്താണെന്ന് ഇസ്രായേൽ കരുതുന്നു. ഈ രണ്ട് ചിന്താധാരകൾക്കിടയിലുള്ള പാലമായിട്ടാണ് നിലവിലെ ചർച്ചകൾ നീങ്ങുന്നത്. പശ്ചിമേഷ്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം യുദ്ധമില്ലാത്തൊരു നാളെയാണ് പ്രധാനം. എന്നാൽ ആ സമാധാനം ഇസ്രായേലിന്റെ സുരക്ഷയെ ബലി കൊടുത്തുകൊണ്ടാവില്ല എന്ന് നെതന്യാഹു ആവർത്തിച്ചുറപ്പിക്കുന്നു. വരും ദിവസങ്ങളിൽ വാഷിംഗ്ടണിൽ നിന്നും ടെഹ്റാനിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ ഈ മേഖലയുടെ ഭാവി തീരുമാനിക്കും. അതുവരെ ഇസ്രായേൽ സൈന്യം അതിർത്തികളിൽ അതീവ ജാഗ്രതയോടെ നിലയുറപ്പിക്കും. യുദ്ധവും സമാധാനവും ഒരേ നൂലിൽ കോർത്ത നിലയിലാണ് പശ്ചിമേഷ്യയുടെ ഇന്നത്തെ അവസ്ഥ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.